മാറ്റുരച്ചത് 18 പ്രതിഭകൾ, 18 സുന്ദര നിർമ്മിതികൾ. വിധി എഴുതാൻ കേരളത്തിന്റെ ഏറ്റവും മികച്ച വാസ്തുശില്പികളും. മാസ്റ്റർക്രാഫ്റ്റ് സീസൺ 1. Best residential project, brilliance in design. Architect Niranjan Das Sharma. നിർമ്മാണ രംഗത്തെ താരോദയങ്ങളെ മാസ്റ്റർക്രാഫ്റ്റ് നിങ്ങൾക്ക് മുന്നിലെത്തിച്ചു. കേരളത്തിലെ ആർക്കിടെക്ട് സമൂഹം ഒറ്റക്കെട്ടായി ഒപ്പം നിന്നു. ചരിത്രത്തിലെ ആദ്യത്തെ ആർക്കിടെക്ട് റിയാലിറ്റി ഷോ അവിസ്മരണീയമായി. And why Mastercraft? It's a small effort by Mathrubhumi News to enable sharing of benefit practiced in architecture and modern trends. ഭവന നിർമ്മാണ വൈഭവം പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ അന്നുവരെ കണ്ട ടെലിവിഷൻ പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി മാസ്റ്റർക്രാഫ്റ്റ് ചരിത്രമായി. മാസ്റ്റർക്രാഫ്റ്റ് സീസൺ 1 ശേഷം ഭവന നിർമ്മാണത്തിന്റെ പുതുസാധ്യതകളെയും പുത്തൻ പ്രതിഭകളെയും പുതിയ നിർമ്മിതികളെയും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മാസ്റ്റർക്രാഫ്റ്റ് സീസൺ 2. പേര് നൽകിയിരിക്കുന്ന ഈ വീടാണ് മാസ്റ്റർക്രാഫ്റ്റ് സീസൺ 2 എൻട്രി നമ്പർ 1. പെരുമ്പാവൂർ ഒക്കലിനടുത്തുള്ള ഈ വീട് 3 കാറ്റഗറീസ് ആയിട്ടാണ് കോമ്പറ്റീഷന് എൻട്രി ആയിരിക്കുന്നത്. ബെസ്റ്റ് ആർക്കിടെക്ട്, ബെസ്റ്റ് ഹോം ആൻഡ് എനർജി സ്മാർട്ട് ഹോം. ഏകദേശം 8000 സ്ക്വയർ ഫീറ്റുള്ള വളരെ ലെങ്തി, വളരെ വലിയ വീടാണിത്. ഈ വീടിന്റെ പ്ലാനിങ്ങും ഡിസൈനും വിവരം നമുക്കറിയാം. ലെറ്റ്സ് ഗോ. ബ്രീതിങ് ഹൗസിന്റെ കോൺസെപ്റ്റും ഡിസൈനും ചെയ്തിരിക്കുന്നത് എറണാകുളം ആർക്കിമെട്രിക്സ് ആർക്കിടെക്ചർ ഫേമിലെ ആർക്കിടെക്ട് സച്ചിൻ സത്യപാലനാണ്. ഞാൻ ആർക്കിടെക്ചർ പാസ്സായത് 2009-ലാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തു നിന്നാണ് പാസ് ഔട്ടായത്. അതിനുശേഷം 2012 സ്കൂൾ ഓഫ് പ്ലാനിങ് ആർക്കിടെക്ചർ ന്യൂഡൽഹിയിൽ നിന്ന് അർബൻ ഡിസൈൻ പാസ്സായി. ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള എൻ്റെ റിലേഷൻ, എൻ്റെ ഇഷ്ടം, എൻ്റെ ഫാദർ സ്ട്രക്ചർ എഞ്ചിനീയറാണ്, ഈ സെയിം ഫീൽഡ് തന്നെയാണ്. ഞാൻ ചെറുപ്പം മുതലേ ഡിസൈൻ ആർക്കിടെക്ചറിന് കണ്ടാണ് വളർന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും വളരെ താല്പര്യമായിരുന്നു. ഞാൻ ഓരോ പ്രോജക്റ്റും സെലക്ട് ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും 2 കാര്യത്തിലെ ബേസ് ചെയ്തിട്ടാണ് മെയിനായിട്ട്. ഒരു ക്ലയൻറ്റിന് അവരുടെ വീട് എങ്ങനെ കാണാനാണ് ഇഷ്ടം, എങ്ങനെ കാണാനാണ് താല്പര്യം, അവർക്ക് എങ്ങനെ അത് അനുഭവിക്കാനാണ് താല്പര്യം എന്നുള്ള ഒരു ഫാക്ടർ. 2, അവരാ വീട് വെക്കാൻ പോകുന്ന സ്ഥലം എങ്ങനെയാണെന്നുള്ളതാണ് രണ്ടാമത് നോക്കുന്നത്. ഇത് രണ്ടിനെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ചൂസ് ചെയ്യുന്നത്.
Congrats, Sachin. Thank you. So, Mastercraft Season 2-ലേക്ക് ബ്രീതിങ് ഹൗസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബ്രീതിങ് ഹൗസിൻ്റെ ഒരു ഇനീഷ്യൽ കോൺസെപ്റ്റ് എന്തായിരുന്നു പ്ലാനിങ്ങിൽ? 2 കാര്യങ്ങളാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു ഡിസൈൻ അപ്രോച്ച് ആയിട്ട് എടുത്തത്. ഒന്ന്, ക്ലയൻറ്റ് ആസ്പിറേഷൻസ്, ക്ലയൻറ്റ് താല്പര്യങ്ങൾ എന്താണ് ഈ വീടിനെ കുറിച്ച്. 2, സൈറ്റിൻ്റെ കോണ്ടെക്സ്റ്റ്, അതായത് ഈ സൈറ്റിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഭൂമിയുടെ കിടപ്പ് എങ്ങനെയാണ്, ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്, ഇവിടുത്തെ സറൗണ്ടിങ്സ് എങ്ങനെയാണ്. ഈ 2 ആസ്പെക്ട്സ് ബേസ് ചെയ്തിട്ട് ഒരു ഗ്രീൻ കൺസെപ്റ്റിൽ ഒരു വീട് ചെയ്യാന്നുള്ള ഒരു ഐഡിയ ആണ് ആദ്യം ഫോമുലേറ്റ് ചെയ്തത്. അതിനുശേഷമാണ് ഒരു ബ്രീത്തിങ് ഹൗസ് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് രണ്ടാമത് ആലോചിച്ചത്. അതിൻ്റെ കാരണം, സാധാരണ ലക്ഷറി പ്രീമിയം ഹൗസസിലെല്ലാം ഇപ്പോൾ ആർക്കിടെക്ട്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, നമ്മൾ എത്രമാത്രം ഓപ്പണിങ്സ് കൊടുത്താലോ എത്രമാത്രം ഫെൻസ്റ്റേഷൻസ് കൊടുത്താലും എല്ലാവരും അത് അടച്ചിടും, പൊടി കയറും, അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം അടച്ചിടും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി അടച്ചിടുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും എങ്ങനെ വീടിൻ്റെ അകത്തൊരു എയർ സർക്കുലേഷൻ ഉണ്ടാക്കാം എന്നുള്ളൊരു തോട്ട് കൂടുതൽ ആലോചിച്ചപ്പോഴാണ് ഞാൻ ജിയോ തെർമൽ കൂളിംഗ് സിസ്റ്റം എന്നൊരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അത് എങ്ങനെ വീടിൻ്റെ അകത്ത് യൂസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ എനിക്ക് വന്നത്. അതാണ് ഈ ബ്രീത്തിങ് ഹൗസ് എന്നുള്ള ഒരു പേര് വരാനുള്ള കാരണം. വീടിൻ്റെ പ്ലാനിങ് കുറച്ചുകൂടെ ഒരു സെഗ്രിഗേറ്റഡ് പ്ലാനിങ് അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത്. അതൊരു ഒറ്റ ബ്ലോക്കായിട്ട് പ്ലാൻ ചെയ്യാൻ നോക്കിയിട്ടില്ല. വീടിനെ കുറച്ച് 2-3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ കണക്ട് ചെയ്യുന്നൊരു രീതിയാണ് സെഗ്രിഗേറ്റഡ് പ്ലാനിങ് അപ്രോച്ച്. അതാണ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടാൽ മനസ്സിലാവും, ഇത് വളരെ ലീനായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ആകെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 1-2 മുറിയുടെ ഡെപ്ത് മാത്രമേ വീടിനുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ലാൻഡ്സ്കേപ്പും ബാക്കിൽ ലാൻഡ്സ്കേപ്പും വീട് ത്രൂ കണക്റ്റഡ് ആണ്. വീടൊരു ട്രാൻസിഷൻ സ്പേസ് പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. സാധാരണ വീട് ചെയ്യുന്ന ഡിഫറെൻ്റായിട്ട് ഞങ്ങൾ പോസ്റ്റ് ടെൻഷനി സ്ലാബ്സ് ആണ് ഇതിൻ്റെ മിക്ക മേജർ കോമൺ സ്പേസസിലും യൂസ് ചെയ്തിട്ടുള്ളത്. അത് കോളംസ് എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്പേസസ് കുറച്ചുകൂടെ ജോയിൻ്റ് ആയിട്ടും വലുതായിട്ടും ഫീൽ ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കാൻലിവർ ആണെങ്കിൽ പോലും ഇതിൻ്റെ ടോപ്പ് സ്ലാബ് ഓൾമോസ്റ്റ് 7 മീറ്റേഴ്സ് കാൻലിവറാണ്. അത് സ്ട്രക്ചറലി ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ്. അത് പോസ്റ്റ് ടെൻഷൻ സ്ലാബ് സിസ്റ്റത്തിലൂടെയാണ് അതും അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഈ സൈറ്റ് ബേസിക്കലി ഒരു റെക്ടാങ്കുലർ പ്ലോട്ടാണ്. അതിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ റോഡ് പോകുന്നു. ഈസ്റ്റിൽ നിന്നാണ് ഈ സൈഡിലേക്കാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്. 2 എൻട്രീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം കാറിന് വേണ്ടിയിട്ടും ഒരെണ്ണം പെഡസ്ട്രിയൻ എൻട്രി. അത് മെയിൻ സിറ്റ് ഔട്ടിന് ഫേസ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതിനൊരു വിഷ്വൽ ആക്സസ് ഉണ്ട്. ഈ പെഡസ്ട്രിയൻ എൻട്രി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് വിഷ്വൽ ആക്സസ് വീടിൻ്റെ അകത്തൂടെ ക്രോസ് ചെയ്ത് പുറകോട്ട് പോകുന്നു. പിന്നെ ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ ഒരു ഗ്രീൻ എഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതായത് വെർട്ടിക്കൽ ഗാർഡൻ യൂസ് ചെയ്തിട്ട് ഒരു ഗ്രീൻ എഡ്ജാണ് കോമ്പൗണ്ട് വാളിൻ്റെ ടോപ്പിൽ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പ്ലോട്ടിൻ്റെ സദേൺ സൈഡ് കുറച്ച് ഉയർന്നിട്ടുള്ളതായിരുന്നു. അതിനെ പ്രോപ്പർലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ടെറസ്ഡ് ലാൻഡ്സ്കേപ്പ് ആക്കി പല സ്റ്റെപ്പിൽ കൂടെ കയറി ഇറങ്ങി നടന്നു പോകാൻ പാകത്തിനുള്ള രസകരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് വരാൻ പാകത്തിന് സദേൺ സൈഡ്. പിന്നെ ഇതിൻ്റെ വെസ്റ്റേൺ സൈഡിലാണ് സ്വിമ്മിംഗ് പൂളും ഒരു പ്രൈവറ്റ് ഗാർഡൻ എന്ന് പറയാം. അതായത് വീട്ടുകാർക്ക് മാത്രം ഉപയോഗിക്കാൻ പാകത്തുള്ള പ്രൈവറ്റ് ഗാർഡൻ ഇതിൻ്റെ വെസ്റ്റേൺ സൈഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ക്ലൈമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈസ്റ്റേൺ സൈഡും വെസ്റ്റേൺ സൈഡും മാക്സിമം ലൂവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് സണ്ണിനെ കട്ട് ചെയ്യാനും ഡിഫ്യൂസ് ചെയ്യാനും വേണ്ടി. അതുപോലെ ഗ്രീൻ എക്സ്റ്റൻഷൻസ് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. സദേൺ സൈഡിലും യൂസ് ചെയ്തിട്ടുണ്ട്, വെസ്റ്റേൺ സൈഡിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ എക്സ്റ്റൻഷൻസ് എന്ന് പറയുമ്പോൾ ഗ്രീൻ നെറ്റ്സ്, അതായത് നെറ്റ് യൂസ് ചെയ്തിട്ട് ക്രീപ്പേഴ്സ് കടത്തിവിട്ട് അത് തന്നെ ഒരു ഷെയ്ഡിങ് ഡിവൈസായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ ടെമ്പറേച്ചർ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു റിയർ ലാൻഡ്സ്കേപ്പ്. ഈ ഒരു കംപ്ലീറ്റ് ഏരിയ, ഇത് സ്വിമ്മിംഗ് പൂള്, പിന്നെ ഒരു കാസ്കേഡ് ഉണ്ട്. ഇതിൻ്റെ ഒരു എഡ്ജ് കോമ്പൗണ്ട് വാൾ കംപ്ലീറ്റ് ഞങ്ങളൊരു ഗ്രീൻ വാൾ പോലെ ചെയ്തേക്കുന്നു. അതായത് ബാംബു പ്ലാന്റേഷൻസിനെ നടത്തി ഒരു ബിൽറ്റ് എഡ്ജ് വരാതെ ഒരു ഗ്രീൻ ഔട്ട്ലുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ വാൾ വരാനായിട്ട്. പിന്നെ ഞങ്ങൾ ഈ റിയർ സൈഡ് എലിവേഷനും ഫ്രണ്ട് പോലെ തന്നെ അതേ ഇൻറ്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭംഗിയുണ്ട്, ഫ്രണ്ട് പോലെ തന്നെ അത്രയും മനോഹരമാണ്. അതിൻ്റെ ബാക്ക് സൈഡും. ഈ വീട് ഒരു പ്രീമിയം റെസിഡൻസ് ആയതുകൊണ്ട് ഈ ക്ലയൻറ്റിന് വേണ്ട എല്ലാ റിക്വയർമെൻറ്റ്സും ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പൂളാണെങ്കിലും
ജിംനേഷ്യം ആണെങ്കിലും ഹോം തിയേറ്റർ ആണെങ്കിലും പിന്നെ ഇവിടെ ഒരു കുട്ടിയുണ്ട്, അവർക്ക് കളിക്കാനായിട്ട് പെറ്റ്സുമായിട്ട് കളിക്കാനായിട്ടുള്ള ചെറിയ കോർട്ട്യാർഡ് വരെ ഉണ്ട്. അവിടെ അതിൻ്റെ അകത്ത് ബേർഡ്സിനെ വളർത്തുന്ന ഒരു ഇതുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫാം. അങ്ങനെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ നല്ലൊരു ലിവിങ് അറ്റ്മോസ്ഫിയർ എല്ലാ ഫെസിലിറ്റീസും വരാനായിട്ട് ഞങ്ങൾ മാക്സിമം നോക്കിയിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ വീടിനെ സംബന്ധിച്ച്. ഗാർഡൻ ലാൻഡ്സ്കേപ്പിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് ഇതിൻ്റെ സ്റ്റെയർ. കാണാൻ സാധിക്കും, കേർവ്ഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡബിൾ ഹൈറ്റ്സ് ആണ്, വൈറ്റ് വോളാണ്. സോ ആ വൈറ്റ് വോള് ബ്ലാങ്ക് ആവരുതെന്ന് സച്ചിൻ നിർബന്ധമായിരുന്നു. സോ അദ്ദേഹം തന്നെ സ്കെച്ച് ചെയ്ത് പെയിൻറ് ചെയ്തൊരു ബുദ്ധയുടെ പെയിൻറ്റിങ് കാണാൻ സാധിക്കും അല്ലേ.